ഇപ്പല്ല, 18 വർഷമായി ഇപ്പൊ മരിച്ചിട്ട്. ഞാൻ ഉമ്മച്ച് പണിക്കായിട്ടാണ് ഇങ്ങനെ നോക്കിയതൊക്കെ. ഇപ്പൊ ഞാൻ 4ാം നിലയിൽ വീണിട്ട് എനിക്ക് എണീറ്റടക്കാൻ കഴിയുന്നില്ല. ഒന്ന് സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ മകള് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൻ്റെ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടേഴ്സിൻ്റെ 4ാം നിലയിൽ നിന്ന് എൻ്റെ കുട്ടി വീണിട്ട് എൻ്റെ കുട്ടീനെ ഇപ്പോൾ ഇവിടെ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷെ എനിക്ക് 3 ലക്ഷം റുപ്യ വേണം എൻ്റെ കുട്ടിക്ക് ബില്ലടക്കാൻ. ഞങ്ങൾക്ക് അതിന് മാത്രമുള്ള കഴിവോ എനിക്ക് ആരുമില്ല സഹായിക്കാൻ. ഞങ്ങളെ മുന്നിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങളെ കൂട്ടണം. എൻ്റെ കുട്ടി ഒന്ന് നീച്ചു നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നത്. എനിക്കൊന്നുമില്ലൊരു പ്രദേശയോട് ഒരു ഉമ്മ ചോദിക്കുന്നൊരു സങ്കടമാണ്. ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഞാനത് അപേക്ഷിക്കുന്നത്. അസ്സലാമലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ആസ്റ്റർ മിംസിലാണ്, കോഴിക്കോട്. മഞ്ചേരി മേലാക്കത്തുള്ള ഫാത്തിമത്ത് സൂറ എന്ന് പറയുന്ന 21 വയസ്സുള്ള ഈ കുട്ടിയുടെ ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ കുട്ടിയും അതുപോലെ തന്നെ ഫാത്തിമത്ത് സൂറ ഉമ്മ പറഞ്ഞ സങ്കടങ്ങളും അവരുടെ കഥകളൊക്കെ നിങ്ങൾ കേട്ടതാണ്. 4ാം നിലയിൽ നിന്നും ഈ കുട്ടി കാല് തെറ്റി താഴെ വീണതാണ്. നട്ടലിന് പൊട്ടലും അതുപോലെ തന്നെ കാലിലൊക്കെ പരിക്കുകളുമായിട്ട് ഇപ്പൊ ഇവിടെ അങ്ങനെ കിടക്കാണ്. സർജറി കഴിഞ്ഞു. ബില്ലടക്കാൻ പോലും പൈസ ഇല്ല എന്നുള്ളതാ. 3 ലക്ഷം രൂപ ഇപ്പോൾ അവിടെ ബില്ല് വന്നിട്ടുണ്ട്. അത് അടക്കാൻ 1 രൂപ പോലും ഈ കുടുംബത്തിന്റെ കയ്യിലില്ല. കാരണം ഈ ഉമ്മ പ്രസവ പണിക്ക് പോയിട്ട് കിട്ടുന്ന ആ പൈസ കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. സ്വന്തമായിട്ടിരിക്കാൻ വീടില്ല. 4 കുട്ടികളാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്, സമ്പാദിക്കാറായിട്ടില്ല. ഈ ഉമ്മയുടെ വരുമാനമാണ് പ്രസവ പണിക്ക് പോയിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ 4 മക്കൾക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ വാടകയൊക്കെ ആയിട്ട് ഈ കുടുംബം മുന്നോട്ട് പോയത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. ഫാത്തിമത്ത് സൂറ ഇങ്ങനെ കിടപ്പിലായിരുന്നു. ഈ കുടുംബത്തിന് ബില്ലടക്കാൻ 3 ലക്ഷം രൂപയും തുടർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ അവർക്കൊരു സംഖ്യ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ ഈ കുടുംബത്തെ സഹായിക്കണം. നിങ്ങൾ കാര്യമായിട്ട് ഇവരെ സഹായിച്ചാൽ ഈ കുട്ടിയുടെ ചികിത്സയ്ക്കും ഒരു പക്ഷേ ബാലൻസ് വരികയാണെങ്കിൽ ഈ കുടുംബത്തിന് ഒരു വീടൊരുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. ഇതുപോലുള്ള അനാഥരായ കുടുംബങ്ങളെ നമ്മൾ ചേർത്ത് വെക്കണം. കാരണം ഫാത്തിമത്ത് സൂറയുടെ വാപ്പ മരണപ്പെട്ടിട്ട് 18 വർഷമായി. അനാഥരായ 4 മക്കളെയും കൊണ്ട് ഈ ഉമ്മ കഷ്ടപ്പെടുന്നത് വളരെ ദയനീയമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. അപ്പൊ അത് കഴിയുന്ന ആളുകൾ നിങ്ങൾ സഹായിച്ചാൽ ഈ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഈ ഒരു കുടുംബത്തെ കൂടി നമ്മുടെ ആ ഒരു നന്മയിലേക്ക് ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ സഹായിക്കണം. അസ്സലാമു അലൈക്കും.